എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡ് വൈൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വൈനാണ് റെഡ് വൈൻ. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഈ മുന്തിരിങ്ങയാണ് നമ്മൾ കറുത്ത മുന്തിരിങ്ങയാണ്, അതായത് കുരുവുള്ള മുന്തിരിയാണ് നമ്മൾ വൈനിടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വെള്ളത്തിലിട്ടിട്ടും അതുപോലെ മഞ്ഞൾപ്പൊടിയിലിട്ടിട്ടൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഫ്രൂട്ട്സ് വേണം നമ്മൾ വൈനിടാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടിയിലൊക്കെ കഴുകി എടുത്തിരിക്കുന്ന മുന്തിരിങ്ങയാണിത്. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കാം. അതുപോലെ മുന്തിരി കൊലയിൽ നിന്നും ഓരോ മുന്തിരിങ്ങയും പറിച്ചിട്ട് ഇതിലിട്ടിട്ട് അതിൻ്റെ എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ മുന്തിരിങ്ങയും നമ്മളിതിൽ ടവലിലെടുത്തിട്ടിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കുക, ഒന്ന് ഒപ്പിയെടുത്താൽ മതി. നമ്മളെടുക്കുന്ന ഭരണി അത് ഉൾഭാഗമെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയിട്ടുള്ള ഭരണിയിലായിരിക്കണം നമ്മൾ ഇത് ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഭരണിയിലകത്ത് നമ്മൾ ഇളക്കാനും കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനായിട്ട്. പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കൈയെല്ലാം നന്നായി വാഷ് ചെയ്തിട്ട് വേണം വൈനിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എല്ലാ മുന്തിരിങ്ങയും ഭരണിക്കകത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പം എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് മുന്തിരിങ്ങയ്ക്ക് 1.5 ഗ്ലാസ് പഞ്ചസാര എന്ന കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കാണിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ആഡ് ചെയ്യാനുള്ളത് ഈസ്റ്റാണ്. ഈസ്റ്റ് നമ്മൾ ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ഈസ്റ്റ് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലെ നന്നായി പൊന്തി പതഞ്ഞ് വരും. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോൾ കറുവപ്പട്ട, ഏലക്കായ, ജാതിപത്രിക, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം, ഏതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കറുവപ്പട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ആവശ്യം. അപ്പോൾ ഭരണിയുടെ 1/4 ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. അപ്പോൾ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോണത്. പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. 1/4 ഭാഗത്തോളം പാത്രത്തിൻ്റെ കവർ ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം വൈനല്ലേ, അത് പുളിച്ച് പൊന്തി പുറത്തേക്ക് പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുന്നത്. ഈ മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് മെല്ലെ ഒരേ സൈഡിലേക്ക് മാത്രം ഇളക്കി കൊടുക്കാം.
ഇതുപോലെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. പഞ്ചസാരയും മുന്തിരിങ്ങയും അതുപോലെ ഫ്ലേവേഴ്സും ഈസ്റ്റും എല്ലാ സൈഡിലേക്കും എത്താവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. എല്ലാ വൈനിടുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നരാടം എടുത്ത് ഇളക്കി കൊടുക്കണം. ആദ്യത്തെ വൈൻ കെട്ടിവെച്ച് ആദ്യത്തെ ഒരു 2-3 ദിവസങ്ങളിൽ നിങ്ങളിതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 23 ദിവസം 25 ദിവസം കഴിയണ വരെ അത് ഇളക്കി കൊടുത്തില്ല എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ വൈന്. അതല്ല അതിൽ കൂടുതൽ ദിവസം നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വെച്ചിരിക്കാം. ഈ റെഡ് കളറ് കൂടി വരെയുള്ളൂ. അതല്ലാതെ യാതൊരു പ്രശ്നം നമ്മുടെ വൈനിന് സംഭവിക്കില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വൈൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമ്മളിത് കെട്ടി വെക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു തുണി അതിൻ്റെ മുകളിലിടുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഭരണിയുടെ ലിഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ ഒരു തുണി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു റിബണോ അതിൽ മറ്റൊരു നീളനെയുള്ളൊരു തുണി മുറിച്ചിട്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പാസേജ് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മളിത് 21-ാം ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് അരിക്കാനായിട്ട് എടുക്കുള്ളൂ. ആദ്യത്തെ 2 ദിവസം നിങ്ങൾക്കിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. തുറന്നിട്ട് നല്ല സ്മെല്ല് ഇപ്പോൾ വരുന്നുണ്ട്. തുറന്നിട്ട് നമുക്കിത് വലിയൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നിങ്ങൾക്കിത് 21 ദിവസം കറക്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാനിത് 21 ദിവസം എന്ന് പറഞ്ഞിട്ട് ഞാൻ 40 ദിവസത്തിലൊക്കെ തുറക്കാറുണ്ട്. അതുകൊണ്ടൊന്നും നമ്മുടെ വൈന് ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല അടിപൊളി വൈൻ നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഇതുപോലെ ആണോ എല്ലാ മുന്തിരിങ്ങയും ഇങ്ങനെ കിടന്ന് വളരെ സോഫ്റ്റായിട്ടിരിക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഭരണി വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു ക്ലീൻ ക്ലോത്ത്, അപ്പോൾ എല്ലാ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ക്ലീൻ ക്ലോത്താണ് ഞാൻ എടുക്കാറ്. കണ്ടോ, ഇതുപോലത്തെ ഒരു ക്ലീൻ ക്ലോത്ത് വളരെ നൈസായിട്ടുള്ളത്, ആ ഒരു നൈസായിട്ടുള്ള ക്ലോത്തിലേക്ക് നമ്മൾ ഭരണി വളരെ ശ്രദ്ധിച്ചിട്ട് ചിരിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും, വലിയ ഭരണിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് അതിൻ്റെ ചാറ് മുന്തിരിങ്ങയൊക്കെ വളരെ സോഫ്റ്റായിട്ടിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാക്സിമം വൈൻ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭരണിയൊന്നും പൊട്ടാതെ വളരെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ ചെയ്തെടുക്കുക. നമുക്ക് ആ ക്ലോത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മാക്സിമം പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം ഈ പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് വെക്കാനുള്ള ഭരണി വീണ്ടും കഴുകി വൃത്തിയാക്കി തുടച്ച് ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റുമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഷുഗറിൻ്റെ ലെവല് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഷുഗർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുത്തിട്ട്
പഴയ പോലെ തന്നെ കെട്ടിവെക്കാം. നന്നായി തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കെട്ടിവെക്കുന്നത്. ഇങ്ങനെ നമ്മൾ കെട്ടി വെച്ചിട്ട് 20-21 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായി തെളിഞ്ഞു വരും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിൽസിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിലും ഭരണിയിൽ വെച്ചിട്ട് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഭരണിയിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് ബോട്ടിൽസിലേക്ക് പകർത്തി സൂക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത്. നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ എടുത്താലും മതി. അതവിടെ ഇരുന്ന് തെളിഞ്ഞോളും, ഭരണിയിൽ തന്നെ ഇരുന്ന് തെളിഞ്ഞോളും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് കളറുള്ള ഗ്രീൻ കളറുള്ള ബോട്ടിൽസിലേക്ക് ഈ വൈൻ പകർത്തി കൊടുക്കാം. ഇരിക്കും തോറും വീര്യവും ടേസ്റ്റും കൂടി വരും. നല്ല അടിപൊളി റെഡ് വൈനാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം.